Hi students, welcome back. Today we are going to discuss some topics from alternating current AC circuit containing only a capacitor. Let us start. Okay. ഇപ്പോൾ നമുക്ക് AC circuit containing only a capacitor അതാണ് നമ്മുടെ ടോപ്പിക്ക്. AC circuit containing only a capacitor. Okay. Consider a pure capacitor C is connected across a source of alternating EMF E is given by E is equal to E0 sin omega t. കണ്ടോ നമ്മുടെ സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഇതിലെ ഇ എം എഫ് എന്ന് പറയുന്നത് E is equal to E0 sin omega t ആണ്. Okay. Due to continuous charging and discharging of the capacitor plate, a continuous but alternating current exists in the circuit. Okay, at any instant, potential difference across the capacitor plate is equal to applied EMF. Potential difference V is equal to E is equal to E0 sin omega t. Applied EMF means that is E. E means E0 sin omega t. V is equal to Q by C. So Q is equal to C into V. Then C into V means E0 sin omega t. Current at any instant is I is equal to dq by dt. That we know d by dt of q means C E0 sin omega t. Okay, derivative of C E0 sin omega t. C sin omega t ൻ്റെ derivative means that is cos omega t into omega. തെറ്റിക്കരുതും കേട്ടോ. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ്സ് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇനി മാത്സ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ആണ് ഇൻറ്റു ഒമേഗ. അപ്പോൾ നിങ്ങളത് മാത്സ് ഇല്ലാത്തവർ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. അങ്ങനെയാണ് ഇവിടെ ഒമേഗ സി E0 കോസ് ഒമേഗ ടി. ദെൻ I ഈസ് ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി. ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ഒമേഗ സി E0 ഇതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? I0 എന്ന് കൊടുത്തു. ഒമേഗ സി E0യ്ക്ക് പകരം I0 കൊടുത്തു. അപ്പോൾ I ഈസ് ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു കോസ് ഒമേഗ ടി മീൻസ് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. കുഴപ്പമില്ലല്ലോ. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. ഹിയർ I0 ഈസ് ഈക്വൽ ടു ഒമേഗ സി E0. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ സി. കറക്റ്റ് അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഇതിനെക്കാണ് ഈ 1 ബൈ ഒമേഗ സി മുകളിലേക്കല്ലേ പോകുള്ളൂ, ടോപ്പ് ന്യൂമറേറ്ററിലേക്കല്ലേ പോകുള്ളൂ. അപ്പോൾ ഇത് തന്നെയല്ലേ വരുന്നത്. സോ വി ഷുഡ് റൈറ്റ് E0 ഡിവൈഡ് ബൈ 1 ബൈ ഒമേഗ സി. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് I ഈസ് ഈക്വൽ ടു V ബൈ ആർ അല്ലെങ്കിൽ E ബൈ ആർ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആറിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് 1 ബൈ ഒമേഗ സി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കറൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദെൻ ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ഐ. ഫേസ് റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവരും ഓരോന്നിൻ്റെയും ഫേസ് റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓൺ കമ്പയറിങ് ഇക്വേഷൻ 1 ആൻഡ് 2. ഇക്വേഷൻ 1 മീൻസ് E ഈസ് E0 സൈൻ ഒമേഗ ടി ആൻഡ് ഇക്വേഷൻ 2 മീൻസ് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. We find that in a capacitive AC circuit, the current leads the voltage or the voltage lags behind the current in phase by pi by 2 radian. കണ്ട, കറൻറ്റ് I that is pi by 2 ahead of is E. ഈനേക്കാളും pi by 2 ahead ആയിരിക്കും കറണ്ട് ഇവിടെ. ഓർത്തിരുന്നോണം കേട്ടോ. The current leads the voltage or the voltage lags behind the current in phase by pi by 2 radian. ഓർത്തിരിക്കണം, തെറ്റിക്കരുതും. The phase relationship between E and I shown graphically means that current reaches its maximum value earlier than the voltage by 1/4 of a period. കറണ്ടാണ് ഇവിടെ മാക്സിമം വാല്യൂവിൽ എത്തുന്നത്. ആരേക്കാളും? വോൾട്ടേജിനേക്കാളും ബൈ എ 1/4 ഓഫ് എ പീരീഡ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കറണ്ട് മാക്സിമം എത്തിക്കഴിഞ്ഞിട്ടാണ് EMF മാക്സിമം എത്തുന്നത്. കറണ്ട് മിനിമത്തിൽ എത്തിയതിന് ശേഷം മാത്രമാണ് EMF പൈ ബൈ 2 ഡിഫറൻസിലാണ് EMF മിനിമത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫേസർ ഡയഗ്രാം കറക്റ്റായിട്ട് ഫേസർ ഡയഗ്രാം പഠിച്ചിരിക്കണം ഡ്രോ ചെയ്യാനായിട്ട്. നോക്കിക്കേ, I0 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലായപ്പോഴത്തേക്കും നമ്മുടെ E0 ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ പൈ ബൈ 2 ഡിഫറൻസ് അവിടെ വന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്. ദെൻ ഫിഗർ 7.13b shows the phasor diagram for a capacitive AC circuit. The phasor E makes an angle omega t with x-axis in
in anti-clockwise direction. As the current leads the EMF in phase by pi by 2 radian, so the current phasor I, vector I, makes an angle pi by 2 radian with the phasor E in anti-clockwise direction. Okay. ഇനി capacitive reactance. Comparing the relation I0 is E0 divided by 1 by omega C with ohmic relation I0 is equal to E0 by R, we find the factor that 1 by omega C is the effective resistance or opposition offered by the capacitor to the flow of AC through it. കണ്ടോ, ഇവിടെ ആറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന 1 by omega C ആണ്. 1 by omega C നെയാണ് നമ്മൾ effective resistance or opposition offered by the capacitor to the flow of AC. It is called a capacitive reactance. Capacitive reactance and it is denoted by XC. തെറ്റിക്കരുതും. capacitive reactance XC. ഒമേഗ സീനെയാണ്, ഒമേഗ സി ആണ് ഇവിടെ ആറിൻ്റെ 1 by omega C ആണ് ഇവിടെ ആറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് 1 by omega സിക്കാണ് നമ്മൾ effective resistance or opposition offered by the capacitor, the flow of AC എന്ന് പറയുന്നത്. It is called a capacitive reactance and is denoted by XC. Okay. Then XC is equal to 1 by omega C, that is equal to 1 by omega we know 2 pi f അല്ലെങ്കിൽ 2 pi nu 2 pi fc. SI unit of capacitive reactance is ohm. For AC, X is directly proportional to 1 by f ആണ്. എന്ന് പറഞ്ഞാൽ X is inversely proportional to f ആണ്. For DC, F is equal to 0, so X is equal to infinity. Correct അല്ലേ? F 0 ആകുമ്പോൾ 1 by 0 വരും, that is infinity. Thus, a capacitor allows AC to flow through it easily but offers infinite resistance to the flow of DC. That is, a capacitor blocks DC. കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എഫ് ഈസ് ഈക്വൾ ടു 0 ആയതുകൊണ്ട് എക്സ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഡി സിയുടെ കേസിൽ അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിനകത്ത് ഡി സി കറൻറ്റിനെ ഫ്ലോ ചെയ്യാനായിട്ട് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഡി സിയെ ബ്ലോക്ക് ചെയ്യുവാണ് കപ്പാസിറ്റർ ചെയ്യുന്നത്. അതേസമയം എ സിയെ അത് എന്ത് ചെയ്യും? എ സിയെ അലൗ ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എക്സി കുറയും. അപ്പോൾ എ സിയെ അലൗ ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. ഇനി ഐ ആർ എം എസ് ഈസ് ഈക്വൾ ടു I0 by √2, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ 1 by omega C. I0 means E0 divided by 1 by omega C into √2. E0 by √2 means ERMS divided by 1 by omega C. That is equal to ERMS divided by 1 by omega C. We know that is XC. Okay. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വേരിയേഷൻ ഓഫ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിത്ത് ഫ്രീക്വൻസി. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 1 by omega C. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 pi FC. എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. കണ്ടോ, എക്സിയും എഫും തമ്മിൽ കാണിക്കുന്ന ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എഫ് ഇൻക്രീസസ്, എക്സി ഡിക്രീസസ്. ദസ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ ഫ്രീക്വൻസി. ആസ് എഫ് ഇൻക്രീസസ്, എക്സി ഡിക്രീസസ്. ഷോ ദി വേരിയേഷൻ എക്സി വിത്ത് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ടാണ് എടുക്കുന്നത്, കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 8 മിനിറ്റ്സിൻ്റെയൊക്കെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.